തിരുവനന്തപുരത്ത് ക്ഷേത്രത്തിൽ കയറി പോലീസിന്റെ അതിക്രമം. പൂജ നടത്തിക്കൊണ്ടിരിക്കെ ക്ഷേത്രത്തിൽ കയറി പൂജാരിയെ അറസ്റ്റ് ചെയ്തു. മണക്കാട് അമ്മൻ കോവിലാണ് സംഭവം. വിഗ്രഹമോഷണ കേസിൽ ചോദ്യം ചെയ്യാനെന്ന് പറഞ്ഞാണ് പൂന്തുറ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, എന്തായിരുന്നു സംഭവം? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിര ഇന്ന് വൈകിട്ടോടു കൂടിയാണ് പൂജാരി വൈകുന്നേരം പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് പൂന്തറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കുറച്ച് പോലീസുകാരെത്തി പൂജാരിയെ ബലമായി പിടികൂടുന്നതും ബലമായി പിടികൂടി അവിടെ നിന്ന് പൂജാരി ഈ പോലീസുകാരോട് ആ സമയത്ത് തന്നെ എന്താണ് കാര്യം എന്ന് ചോദിക്കുന്ന സമയത്ത് കൃത്യമായ മറുപടി പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയില്ല. വീണ്ടും ബലപ്രയോഗത്തിലൂടെ അദ്ദേഹത്തെ പോലീസ് ജീപ്പിൽ വലിച്ചു കയറ്റി പൂജ ചെയ്യുന്നതിനിടയിലാണ് അദ്ദേഹത്തെ ഇവിടെ എത്തി ഈ ക്ഷേത്രത്തിലെത്തി പോലീസ് ഉദ്യോഗസ്ഥർ വലിച്ചു കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അരുൺ എന്ന പൂജാരിക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു അതിക്രമം നടന്നത്. ക്ഷേത്ര പൂജ കഴിഞ്ഞ് താൻ വരാമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് അതിന് വിസമ്മതിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. നിലവിൽ ഒരു ക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹം മോഷണം പോയ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തെ പിടികൂടിയത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ അതിക്രൂരമായ ഒരു നടപടിയിലേക്ക് പോയത് എന്നായിരുന്നു പോലീസ് ആദ്യഘട്ടത്തിൽ നമ്മളെ അറിയിച്ചത്. പക്ഷേ ഇദ്ദേഹം അത്തരത്തിലുള്ള ഒരു കേസിൽ ബന്ധപ്പെട്ട ആളല്ല. പോലീസ് കൃത്യമായ അന്വേഷണം നടത്താതെ ഈ പൂജാരിക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു അതിക്രമം നടത്തുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഭക്തർ ഉൾപ്പെടെയുള്ളവർ ക്ഷേത്ര ദർശനം നടത്താൻ എത്തിയ സമയത്താണ് ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് പൂന്തറ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു അതിക്രമം ഉണ്ടായത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇത്തരത്തിൽ വലിയ അതിക്രമം തന്നെയാണ് ക്ഷേത്രത്തിനുള്ളിൽ കയറി പോലീസ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പല ഘട്ടങ്ങളിലായി അരുൺ എന്ന പൂജാരി പോലീസിന് മുന്നിൽ എന്താണ് സംഭവം, എന്തിനാണ് നിങ്ങൾ എന്നെ പിടികൂടുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ബലപ്രയോഗത്തിലൂടെ ജീപ്പിൽ കയറ്റുന്നത് എന്ന് അദ്ദേഹം ആവർത്തിച്ചെങ്കിലും പോലീസ് കൃത്യമായ മറുപടി പറഞ്ഞില്ല. തുടർന്ന് ക്ഷേത്ര ഭാരവാഹികൾ പോലീസ് സ്റ്റേഷനിലെത്തി കാര്യം ആരായുകയും സംഭവം വിവാദമാകും എന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അല്പസമയം മുമ്പാണ് അരുൺ എന്ന പൂജാരിയെ പോലീസ് വിട്ടയക്കുന്നത്. പോലീസ് എന്ത് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പൂജ നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയെ, പൂജാരിയെ ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ കയറി പിടികൂടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതും അദ്ദേഹത്തെ വൈദ്യ പരിശോധന നടത്തി തുടർന്നായിരുന്നു തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നത്. ആ സമയത്ത് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി ഈ ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹമോഷണവുമായി, ഈ ക്ഷേത്രത്തിലല്ല മറ്റൊരു ക്ഷേത്രത്തിലെ വിഗ്രഹമോഷണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പക്ഷേ അദ്ദേഹം അത്തരത്തിലുള്ള ഒരു സംഭവത്തിൽ ഇടപെട്ടില്ല എന്ന് പോലീസിന് വ്യക്തമായതോടുകൂടിയാണ് പോലീസ് തടി തപ്പാൻ ഒരു സാഹചര്യം ശ്രമിച്ചത്. അങ്ങനെ ഈ പൂജാരിയെ വിട്ടയക്കുന്ന സാഹചര്യം ഉണ്ടായി. പോലീസ് സ്റ്റേഷന് മുന്നിൽ ക്ഷേത്ര ഭാരവാഹികൾ എത്തിയതോടു കൂടിയാണ് ഇത്തരത്തിൽ പൂജാരിയെ വിട്ടയക്കാൻ പോലീസ് തയ്യാറായത്. എന്ത് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ ഒരു പൂജാരിയെ പിടികൂടിയത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ക്ഷേത്ര ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ഭക്തർ ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നത്. ക്ഷേത്രത്തിൽ എന്ത് അതിക്രമവും കാണിക്കാമെന്ന ഒരു നിലപാടിലേക്ക് സംസ്ഥാന പോലീസ് എത്തിയിരിക്കുന്നു എന്നാണ് അല്പസമയം മുമ്പ് ക്ഷേത്ര പ്രസിഡന്റ് പോലും നമ്മോട് വ്യക്തമാക്കിയത്. ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന സമയത്ത് ആ പൂജ കഴിയാനുള്ള ഒരു സമയം പോലും അദ്ദേഹത്തിന് നൽകിയില്ല, പൂജാരിക്ക് നൽകിയില്ല എന്നാണ് ഇപ്പോൾ ക്ഷേത്ര ഭാരവാഹികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അല്പസമയം മുമ്പ് ഇദ്ദേഹത്തെ ഇപ്പോൾ പോലീസിന് അബദ്ധം പറ്റി എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് പോലീസ് ഇദ്ദേഹത്തെ വിട്ടയച്ചിട്ടുണ്ട്. ഇദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പൂന്തുറ പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ വലിയൊരു അതിക്രമം ഉണ്ടായിരിക്കുന്നത്. നിഷ, ഈ പോലീസ് ഈ ഒരു തരത്തിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട എന്ത് തരത്തിലൊരു വസ്തുത എന്താണ്, അല്ലെങ്കിൽ എന്തുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു അറസ്റ്റ് നടത്തിയത് എന്ന തരത്തിൽ ഒരു വിശദീകരണത്തിന് തയ്യാറായിരുന്നു? നിലവിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണവും പോലീസ് നടത്തുന്നില്ല. പോലീസിന് അബദ്ധം പറ്റി, പ്രത്യേകിച്ച് പോലീസ് മുൻകൂട്ടി കൃത്യമായ പരിശോധനകളോ കൃത്യമായ വിവരങ്ങളോ ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പൂജാരിയെ ചെന്ന് ഒരു ക്ഷേത്രത്തിൽ നിന്ന് പിടികൂടുന്നു. അതിനുശേഷം അദ്ദേഹം ഈ മോഷണ കേസുമായി, ഒരു വിഗ്രഹ മോഷണ കേസുമായി ബന്ധമുണ്ട് എന്ന് നാട്ടുകാരെ അറിയിക്കുന്നു. തുടർന്ന് ക്ഷേത്ര ഭാരവാഹികൾ ഉടനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. ഇദ്ദേഹത്തിന് യാതൊരു വിധമായ ബന്ധമില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇതിനിടയിൽ അദ്ദേഹത്തെ വൈദ്യപരിശോധന പോലും പൂജാരിയെ കൊണ്ടുപോയി. ഇതിനിടയിൽ പൂജാരി ആവശ്യപ്പെടുന്നുണ്ട് താൻ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുകയാണ്, പൂജ ചെയ്തതിന് ശേഷം പോലീസിന്റെ ഏത് നടപടിക്രമങ്ങളിലേക്കും വരാൻ തയ്യാറാണ്, പൂജാകർമ്മം നിർത്തിവെക്കാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള ഒരു നിലപാട് പൂജാരി സ്വീകരിച്ചെങ്കിൽ പോലും പോലീസ് അനുവദിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസുകാർ എത്തി അദ്ദേഹത്തിന്റെ ബലപ്രയോഗത്തിലൂടെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. ഈ സമയത്ത് ഭക്തർ ഉൾപ്പെടെയുള്ളവർ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. ആ ഒരു കൃത്യമായി പൂജയെ അല്ലെങ്കിൽ വിശ്വാസങ്ങളെ സംരക്ഷിക്കുന്ന
ആയിരിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇത്തരത്തിൽ വിശ്വാസങ്ങൾ ലംഘിച്ചുകൊണ്ട് പോലീസുകാർ പൂജാരിയെ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നത്. കൃത്യമായ ഒരു വിവരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല പോലീസിന്റെ അതിക്രമം ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ പൂന്ത്ര പോലീസ് സ്റ്റേഷനിൽ എത്തിയതോടുകൂടി സംഭവം വിവാദമാകും എന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് പോലീസ് പൂജാരിയെ ഇപ്പോൾ വിട്ടയച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു അറസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായ ഒരു അറസ്റ്റ് വാറന്റോ അങ്ങനെയൊന്നും ഇല്ലാതെ കൃത്യമായ ഒരു അന്വേഷണവും ഒന്നും ഇല്ലാതെ തന്നെ ഈ ഒരു പൂജാരി അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ പോലീസിന്റെ അതിക്രമം തുടരുന്നു. നേരത്തെ വിനീഷ് പറഞ്ഞതുപോലെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന പോലീസിന്റെ അതിക്രമം അത് തുടരുന്നു എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാം. തീർച്ചയായിട്ടും വിശ്വാസികളുടെ മേലുള്ള അതിക്രമം സംസ്ഥാന പോലീസിന്റെ ഭാഗത്തുനിന്ന്, പിണറായി പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടരുന്നു എന്നതിനുള്ള ഏറ്റവും അവസാനത്തെ ഉദാഹരണം തന്നെയാണ് ഈ ഒരു മണക്കാട് മുത്താരമ്മൻ ക്ഷേത്രത്തിൽ നടന്നിരിക്കുന്ന ഈ ഒരു സംഭവം. പൂജാരി പൂജ ചെയ്യുന്ന സമയത്ത് വലിയ ഒരു കുറ്റവാളിയെ പിടികൂടുന്നതിന് സമാനമായ രീതിയിൽ പൂജാരിയെ ക്ഷേത്രത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടു പോകുന്നത് തന്നെ അത് വലിയൊരു തെറ്റാണ് എന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ആ ഒരു പൂജ ചെയ്യാൻ പോലും അനുവദിക്കാതെ അദ്ദേഹം പറയുന്നത് പോലും മാനിക്കാതെ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹം വലിയ ഒരു കുറ്റം ചെയ്തതിന് സമാനമായ രീതിയിൽ അദ്ദേഹത്തെ വൈദ്യപരിശോധന നടത്തുന്നു. ഈ വൈദ്യപരിശോധന നടത്തിയതിന് ശേഷമാണ് ഇദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നതും. തുടർന്ന് ക്ഷേത്ര ഭാരവാഹികൾ പൂന്ത്ര സ്റ്റേഷനിലേക്ക് എത്തുന്ന സമയത്താണ് പോലീസിന് അബദ്ധം മനസ്സിലാവുകയും ഇത്തരത്തിലുള്ള ഒരു കേസിൽ അദ്ദേഹം പ്രതിയല്ല എന്ന കൃത്യമായ വിവരം പോലീസിന് ലഭിക്കുകയും ചെയ്തത്. എന്തായിരുന്നാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ തടി തപ്പാനായി പോലീസ് മുഖം രക്ഷിക്കാൻ നിലവിൽ അവസാന ഘട്ടത്തിൽ പൂജാരിയെ അർദ്ധരാത്രിയോടുകൂടി അദ്ദേഹത്തിനെതിരെ കേസില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് അയക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വലിയ പ്രതിഷേധം ക്ഷേത്ര ഭാരവാഹികളുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇതിനെ തുടർന്ന് ഇപ്പോൾ നിലവിൽ ക്ഷേത്ര ഭാരവാഹികളും ഈ അരുൺ എന്ന പൂജാരിയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് താൻ പറയുന്ന ഒരു കാര്യങ്ങളും മാനിക്കാതെ ക്ഷേത്ര പൂജ നടത്തുന്നതിനിടയിൽ പൂജാരിയെ പോലീസ് ക്ഷേത്ര പൂജ നടത്തുന്നതിനിടയിൽ പൂജാരിയെ പോലീസ് പിടികൂടി കൊണ്ടുപോയി എന്ന തരത്തിലുള്ള പരാതിയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ക്ഷേത്ര കമ്മിറ്റിയും ക്ഷേത്ര ഭാരവാഹികളും ഇപ്പോൾ നിലവിൽ പൂജാരിയും നൽകിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ പൂജാരിയെ വിട്ടയച്ചു എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നിരുന്നല്ലോ. ഒരു ക്ഷമാപണം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു അബദ്ധം പറ്റി എന്ന് പറഞ്ഞതുകൊണ്ട് തീരുന്നതാണോ ഈ ഒരു പ്രശ്നം? ഒരിക്കലുമല്ല. കാര്യം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഒരു വിശ്വാസത്തെ സംരക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി ഒരു ആരാധനാ ചടങ്ങ് നടത്തുന്നതിനിടയിൽ ഇത്തരത്തിലൊരു പൂജാരിയെ ക്ഷേത്രത്തിനുള്ളിൽ കയറി കസ്റ്റഡിയിലെടുക്കുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ വിശ്വാസികൾ വ്യക്തമാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്ര പൂജാരിയും ഒപ്പം തന്നെ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ പോലീസുകാർക്കെതിരെ പൂന്ത്ര പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലുള്ള അതിക്രമം നടത്തിയ പോലീസ് ക്ഷേത്രത്തിലെത്തി ഇത്തരത്തിലുള്ള അതിക്രമം നടത്തിയ പോലീസുകാർക്കെതിരെ ഇപ്പോൾ നടപടി സ്വീകരിക്കണമെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരിക്കുന്നത്. എന്തായിരുന്നാലും സംഭവം വലിയ വിവാദത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ക്ഷേത്ര പൂജ പൂർണ്ണമാക്കാൻ പോലും അനുമതി നൽകാതെയുള്ള ഒരു നടപടിയായിരുന്നു പൂന്ത്ര പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ശരി, തിരുവനന്തപുരത്ത് ക്ഷേത്രത്തിൽ കയറി പോലീസിന്റെ അതിക്രമം. പൂജ നടത്തിക്കൊണ്ടിരിക്കെ ക്ഷേത്രത്തിൽ കയറി പൂജാരിയെ അറസ്റ്റ് ചെയ്തു. മണക്കാട് അമ്മൻ കോവിലാണ് സംഭവം. വിഗ്രഹമോഷണ കേസിൽ ചോദ്യം ചെയ്യാനെന്ന് പറഞ്ഞാണ് പൂന്ത്ര പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിവരങ്ങളാണ് വിനീഷ് നൽകിക്കൊണ്ടിരുന്നത്.